പ്രിയങ്കരനായ അധ്യക്ഷൻ, പാലാ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ, റബ്ബർ കർഷകർക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട KT മാത്യു, സ്നേഹനിധിയായ ജോസഫ് ആദപ്പള്ളി, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഷാജി തുരുത്ത്, ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജി വാണിപ്പളക്കൽ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട്, ബിന്നി മൈലാട്, KR മുരളീധരൻ നായർ, അഡ്വക്കേറ്റ് ആന്റണി ഞാവള്ളി, ജോസ് പാറേക്കാട്ട്, ടോമി ജോർജ് ഓണയ്ക്കൽ അടക്കം, ഇവിടെ ഹബീബുള്ള ഖാൻ അടക്കം, ഇവിടെ വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു മാന്തറ, ഇതൊക്കെ പഴയകാല കർഷക നേതാക്കളാണ്. ഇതൊക്കെ വീണ്ടും സജീവമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, ഇവിടെ KT മാത്യു ഇത്തരത്തിലുള്ളൊരു സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഒട്ടേറെ അസൗകര്യമുണ്ട്. ഞാനിപ്പോൾ സീതത്തോട്ടിൽ നിന്നാണ് നിൽക്കുന്നത്. സീതത്തോട്ടിൽ നിന്നൊരു പരിപാടി 3 മണിക്ക് തീർത്ത് ഓടി വരികയാണ്. വീട്ടിൽ തിരിച്ച് പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. അപ്പോൾ മാത്യുവിന് റബ്ബർ കർഷകരോടുള്ള വലിയ ആത്മാർത്ഥത, റബ്ബർ കർഷകരുടെ താല്പര്യത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അത് മനസ്സിലാക്കിയാണ് ഈ പരിപാടി പങ്കെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് 6 വർഷം ഒരു വരുമാനമില്ലാതെ ഒരു ഉൽപ്പന്നം വളർത്തിയെടുത്ത്, റബ്ബർ വളർത്തിയെടുത്ത് അതിൽ നിന്ന് ഒരു ഉൽപ്പന്നം വെളിയിൽ വരുമ്പോൾ നഷ്ടമുണ്ടാകുന്ന ഒറ്റ ആളുകൾ അത് കൃഷിക്കാരൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ലാഭം. ഇതിനുവേണ്ടി അവന്റെ കാർഷിക കൃഷിസ്ഥലം മാറ്റി വെക്കുകയും മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇത്ര കാലം കാത്തിരിക്കേണ്ടി വരുന്ന ദിവസം റബ്ബറിന് മാത്രമാണ് 6 വർഷം കാത്തിരിക്കേണ്ടി വരുന്നത്. അത്രയും ത്യാഗം സഹിച്ച് ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരന്റെ ഗതികെട്ട സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ നമുക്കുണ്ടായിരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി, ഇതൊരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്. അപ്പൊ ഇതിന് എല്ലാ കാലവും സഹായകരമായി നിന്നിരുന്നത് റബ്ബർ ബോർഡാണ്. പക്ഷേ ഇന്ന് റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് വെറും ഒരു നോക്കുകുത്തിയാണ്. യാതൊരു പ്രയോജനവും കൃഷിക്കാർക്കില്ല. കേന്ദ്ര ഭരണകൂടത്തിലിരിക്കുന്ന യജമാനന്മാർ പറയുന്നതനുസരിച്ച് കർഷകരെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഒരു സംവിധാനമായി ഇന്ന് റബ്ബർ ബോർഡ് മാറിയിരിക്കുകയാണ്. മുമ്പ് ഗവൺമെന്റുകൾ തമ്മിലുള്ള താരതമ്യമാണ് പറയുന്നത്. മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിച്ചിരുന്ന സമയത്ത് റബ്ബർ ബോർഡാണ് റബ്ബറിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം. റബ്ബർ ബോർഡ് പറയാതെ ഒരു തീരുമാനം എടുക്കില്ല. റബ്ബർ ബോർഡാണ് വാണിജ്യ മന്ത്രാലയത്തിൽ കണക്ക് കൊടുക്കുന്നത്. ഇത്രയാണ് ഉൽപ്പാദനം, ഇത്രയാണ് ഈ വർഷത്തെ റബ്ബറിന്റെ ഉൽപാദനം, ഇത്രയാണ് ഉപഭോഗം, ഇത്രയാണ് ഷോർട്ടേജ്, ഇറക്കുമതി അനുവദിക്കാമെങ്കിൽ അനുവദിക്കാവുന്ന എത്ര ടൺ, അതിന്റെ അപ്പുറം ഒരു തീരുമാനം വാണിജ്യ മന്ത്രാലയം എടുക്കില്ല. അത് മാത്രമല്ല, റബ്ബർ ബോർഡിന് മാത്രമായി ഉള്ളൊരു പദവി എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ടായിരുന്നു. മുമ്പ് ഇന്ത്യയിലെ ഒരു ബോർഡിനും ഇല്ലാത്ത തരത്തിൽ റബ്ബർ ബോർഡിന് എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗവൺമെന്റ് നിന്ന് ആ എക്സിക്യൂട്ടീവ് അധികാരം എടുത്തിരുന്നു. റബ്ബർ ബോർഡിന്റെ എല്ലാ അധികാരവും എടുത്തിരുന്നു. റബ്ബർ ബോർഡിനെ വെറും ഒരു ഉപദേശക സമിതി, അഡ്വൈസറി ബോർഡാക്കി മാറ്റി. അത് പറയുന്നത് കേൾക്കോ കേൾക്കാതിരിക്കോ ഒന്നും മാൻഡേറ്ററി അല്ല, ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. റബ്ബർ ബോർഡിന്റെ എല്ലാ അധികാരവും എടുത്തു കളഞ്ഞ് റബ്ബർ ബോർഡിനെ ഒരു പാഴ്വസ്തുവാക്കി ഇന്ന് അവിടെ നിലനിർത്തിയിരിക്കുകയാണ്. മുമ്പൊക്കെ ആവശ്യാനുസരണമാണ് ഇങ്ങോട്ട് നടക്കുന്നത്. ഇതിപ്പോ ആവശ്യാനുസരണമല്ല, റബ്ബർ വ്യവസായികളുടെ താല്പര്യത്തിനനുസരിച്ച് റബ്ബറിന്റെ വില ഇടിക്കാൻ വേണ്ടി മാത്രമുള്ള ഇമ്പോർട്ടാണ് നടക്കുന്നത്. മുമ്പൊക്കെ റബ്ബറിന്റെ ഇറക്കുമതി എന്ന് പറയുമ്പോൾ അത് റബ്ബർ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം.
ഇനിയിപ്പം വാണിജ്യ മന്ത്രാലയത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്നോ രണ്ടോ ജോയിന്റ് സെക്രട്ടറിമാരുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങി. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. മറ്റ് എല്ലാ മേഖലകളിലും ആയിരക്കണക്കിന് വൻകിട ആളുകളുടെ ഒരു കൈകളിലാണ് ഓരോ സെക്ടറും നിൽക്കുന്നത്, ഏത് മേഖല എടുത്താലും. പക്ഷെ റബ്ബറിനെ സംബന്ധിച്ച് വിരലിലെണ്ണാവുന്ന വൻകിട വ്യവസായികളാണ് ഈ രാജ്യത്തുള്ളത്. അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. 10-12 വൻകിട കോർപ്പറേറ്റുകൾ അവരാണ് റബ്ബറിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരാണ് ഈ വാണിജ്യ മന്ത്രാലയത്തെ കൺട്രോൾ ചെയ്യുന്നത്. മുമ്പ് അവർക്കായിരുന്നില്ല റോൾ ഉണ്ടായിരുന്നത്. മുമ്പ് റോൾ ഉണ്ടായിരുന്നത് റബ്ബർ ബോർഡിനായിരുന്നു. ഇപ്പൊ റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പൊ കൃഷിക്കാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വെറും അവിടെ അനുവദിക്കുന്ന ബഡ്ജറ്റിൽ അനുവദിക്കുന്ന വിഹിതം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഷ്ടി തികയുമെന്നുള്ളതല്ലാതെ ഒരു ഉറുപ്പിക കൃഷിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പണം മാറ്റി വെക്കുന്നില്ല. നമ്മുടെ സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഹെക്ടറിന് 25,000 രൂപ അല്ലെ. പക്ഷേ അതിനുശേഷം അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ വ്യവസായികളുടെ സംഘടന അവര് ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങി. അതിന് കൊടുക്കുന്ന 1.5 ലക്ഷം രൂപയാണ്. നോർത്ത് ഈസ്റ്റിലെ സബ്സിഡി 1.5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ 25,000 കിട്ടുന്നില്ല, അവിടുത്തെ 1.5 ലക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ റബ്ബറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയം ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നമുക്ക് മറ്റ് ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പരാജയം ഉണ്ടായി. ആ പരാജയം എന്ന് പറയുന്നത് നമ്മൾ വെറും ഉത്പാദകർ മാത്രമാണ്. ഒരു ഉത്പാദകർക്കും ആ പ്രൊഡക്റ്റിന്മേൽ കൺട്രോളോ അവരുടെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനോ ഒരു കാലത്തും പറ്റിയിട്ടില്ല. മറ്റ് നമ്മളെക്കാൾ കൂടുതൽ റബ്ബർ ഉത്പാദിക്കുന്ന രാജ്യങ്ങളിൽ റബ്ബർ കൃഷി ഇത്രയും നഷ്ടമല്ല. അതിന്റെ കാരണം അവര് ഈ റബ്ബർ മുഴുവൻ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുകയാണ്. 100-150-200 ഓളം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയി മാറ്റുമ്പോഴേക്കും ഈ ഉൽപ്പന്നത്തിന്റെ വാല്യൂ 10 മടങ്ങായി വർദ്ധിക്കുകയാണ്. സത്യത്തിൽ അതിന് കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, അതിനാരും സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. കാരണം ഇവിടെ RPS ഉണ്ടായത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ്. പക്ഷെ RPS-കൾക്ക് ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ RPS ഉപയോഗിച്ച് അവർക്ക് ടെക്നോളജി കൊടുത്ത് അവർക്ക് ഫൈനാൻസ് കൊടുത്ത് RPS-കളുടെ കീഴിൽ തന്നെ ഇതുപോലുള്ള വാല്യൂ അഡീഷനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അവർ ഇവിടെ തന്നെ ഉപഭോഗം. നമ്മള് ഇത് വിജയിക്കാൻ വേണ്ടി ഒരു വ്യവസായയുടെയും താൽക്കാലം പോകേണ്ട കാര്യമില്ല. ഒരു വ്യവസായിയുടെയും ദാക്ഷിണ്യത്തിന് വേണ്ടി നിന്ന് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ വിപണിയുടെ മേൽ യാതൊരു കൺട്രോളും ഇല്ല. നമ്മളെ എങ്ങനെയും ചൂഷണം ചെയ്യാവുന്ന തരത്തിലാണ് ഇന്നും റബ്ബറിന്റെ മാർക്കറ്റ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റബ്ബറിനെ ഇപ്പോഴത്തെ ഇന്ന് അന്തർദേശീയ സാഹചര്യം അനുസരിച്ച് റബ്ബർ ഇതിനേക്കാളൊക്കെ എത്രയോ വില കിട്ടാവുന്ന സാഹചര്യമാണ്. ഇന്നത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില എത്ര? 190. ഇന്ന് 160. ഇന്നത്തെ 164 എന്ന് പറഞ്ഞാൽ അതിന്റെ 25% 25% ടാക്സ് കൊടുത്തെങ്കിലേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 50 രൂപ. അപ്പോൾ വലിയ ഡിഫറൻസ് വരുന്നില്ല അല്ലേ? പക്ഷെ ആ രാജ്യങ്ങളിലൊക്കെയുള്ള അവരുടെ ശക്തി എന്ന് പറയുന്നത് അവര് റബ്ബർ ലാറ്റക്സ് ആയിട്ടോ റബ്ബർ ഷീറ്റായിട്ടോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. അവർ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റ് ആണ് മുഴുവൻ. അത് ഏറ്റവും നമ്മളെക്കാൾ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന 4 രാജ്യങ്ങളും അവരുടെ പ്രൊഡക്റ്റിന്റെ മേജർ പാർട്ട് അവിടെ തന്നെ വാല്യൂ അഡീഷനായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്.
ഇപ്പൊ കിട്ടുന്ന വിലയിൽ കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് ഓർക്കുന്നുണ്ടാകും. ഇവിടെ ഈ ചിരട്ടപ്പാല് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു നീക്കമാണ്. ചിരട്ടപ്പാൽ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് അതിന് ISO ഗ്രേഡ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു പ്രോസസ്സർ അല്ലാത്ത റോ മെറ്റീരിയൽ ISO മാർക്കില്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. അത് നിലനിൽക്കുന്ന ഇന്റർനാഷണൽ ട്രീറ്റിയുടെ ഭാഗമാണ്. അത് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള ഇതിന്റെ ആദ്യപടിയായി ഈ ചിരട്ടപ്പാലിന് കപ്പലമ്പിന് ISO കൊടുക്കാൻ വേണ്ടിയുള്ള യോഗം വിളിച്ചു. ആ യോഗം ആദ്യം കൊച്ചിയിലാണ് ചേർന്നത്. അപ്പൊ കേന്ദ്ര ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രിയിലാണ് ഈ ISO മാർക്കിങ്ങിന്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ സെക്രട്ടറി വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങൾ ഇതേക്കുറിച്ച് എന്താണ്? ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ ഈ യോഗം വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ആ കിട്ടിയിരിക്കുന്ന നിങ്ങൾ വാക്കാൻ പറഞ്ഞതാണോ, നിങ്ങൾക്ക് രേഖാമൂലം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പറഞ്ഞ രേഖാമൂലം ഞങ്ങൾക്ക് അവിടുന്ന് മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ ആ മെയിലിಗೆ ഫോർവേഡ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ആ മെയിൽ ഫോർവേഡ് ചെയ്തു. ഉടനെ ആ യോഗത്തിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായ നിലപാടെടുത്ത് ഞങ്ങള് MP-മാരെ പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് ഞങ്ങൾ അതിനെതിരെ അവിടെ ഗവൺമെന്റ് തലത്തിൽ ശക്തമായ പ്രതിസന്ധി ഉണ്ടാക്കി കൊച്ചിയിൽ ഈ യോഗം നടത്തിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉടനെ യോഗം മാറ്റി ഡൽഹിയിലേക്കാക്കി. ഡൽഹിയിലും ഈ യോഗം നടത്തിക്കില്ല എന്നുള്ള പ്രശ്നമുണ്ടായി. 2 തവണ മാറ്റിവെച്ചു. ലാസ്റ്റ് അത് ഡെഫർ ചെയ്തു. ഇപ്പോൾ അത് തൽക്കാലത്തേക്ക് അത് പെൻഡിങ് നിൽക്കുകയാണ്. ഏത് നിമിഷവും കർഷകന്റെ തലയിൽ ഒരു ഇടി വീഴുന്നത് പോലെ വീഴാൻ പാകത്തിന് ഇപ്പോഴും ആ തീരുമാനം ഡെഫർ ചെയ്ത് നിലനിൽക്കുകയാണ്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് 25 30 അല്ലെങ്കിൽ റുപ്യക്ക് കിട്ടുന്ന കപ്പലമ്പ് ഇവിടെ 50 60 റുപ്യക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മറവിൽ മുഴുവൻ വരും. അതോടെ റബ്ബറിന്റെ വില ഒരു കാലത്ത് 100 റുപ്യയുടെ മുകളിൽ വരാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കൃഷിക്കാരോട് താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടം അധികാരത്തിൽ ഇരിക്കുന്നതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിക്കുന്നതാ, ഒരു കാർഷിക വിളയ്ക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യങ്ങളും റബ്ബറിന് കിട്ടുന്നില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാണ്. മുമ്പ് അത് റബ്ബർ ബോർഡിന്റെ കീഴിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിരുന്നതിനെ നമ്മൾ ന്യായീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാരണം റബ്ബർ ബോർഡ് ഡെഡിക്കേറ്റഡ് ആയി. ഒന്ന്, ഏറ്റവും മികവുറ്റ റബ്ബർ നട്ടു വളർത്തുന്ന കൃഷിക്കാരെ സഹായിക്കും, അതിന് സബ്സിഡി കൊടുക്കും, അതിന് ഡിപ്പാർട്ട്മെന്റ് എല്ലാ തരത്തിലും ഫീൽഡ് ഓഫീസറുകളെ സഹായിക്കുകയും എല്ലാ അർത്ഥത്തിലും കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റബ്ബർ ബോർഡ് അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. ഇപ്പോൾ റബ്ബർ ബോർഡ് എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് യാതൊരു സഹായമില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ ബോർഡായിട്ട് തന്നെ നിൽക്കുന്നു. അഗ്രികൾച്ചർ ക്രോപ്പിന് കിട്ടുന്ന യാതൊരു ആനുകൂല്യവും, അതൊരു ബാങ്ക് വായ്പയ്ക്ക് പോലും അഗ്രികൾച്ചർ കാർഷിക വിളയ്ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും റബ്ബറിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റബ്ബറിന് യഥാർത്ഥത്തിൽ ഒരു വലിയ ഫ്യൂച്ചർ ഉള്ള ഒരു ഇളം തന്നെയാണ്, ഒരു ഉൽപ്പന്നം തന്നെയാണ്, സ്ട്രാറ്റജിക്കലായ ഉൽപ്പന്നമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഘടിതമായ ശക്തികളുടെ കൈപ്പിടിക്കുള്ളിൽ അത് ഉദ്യോഗസ്ഥ ബന്ധവും ഭരണകർത്താക്കളും ഒക്കെ ഒതുങ്ങി കഴിയുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ, ഇപ്പൊ പരമ്പരാഗതമായി റബ്ബർ കൃഷി ചെയ്തിരുന്ന ആളുകളുടെ ആരെങ്കിലും കുട്ടികൾ, പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ആർക്കും താല്പര്യമില്ല. അവരെ നിലനിൽപ്പിന് വേണ്ടി മറ്റേതെങ്കിലും മേഖലകളിലേക്ക് മാറുക. മുമ്പൊക്കെ വലിയ റബ്ബർ തോട്ടങ്ങൾ കയ്യിലിരിക്കുന്ന വലിയൊരു സമ്പത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഏക്കറേജ് എത്രയും കൂടുന്നു അത്രയും ബാധ്യത. എത്ര ഏക്കർ കൂടുതൽ റബ്ബർ ഹോൾഡ് ചെയ്യുന്നു അത്രയും വലിയ ബാധ്യതക്കാരനായിരിക്കും എന്നുള്ളതാണ് സംശയം. കാരണം അത് കൊണ്ടു നടക്കാനും മാനേജ് ചെയ്യാനും ഒന്ന് ഇപ്പോൾ തന്നെ ലേബർ തന്നെ വളരെ കോസ്റ്റ്ലി ആയി. അപ്പം ഈ ഒരു തന്നെ ഇപ്പം ചെറുകിട കൃഷിക്കാർ റബ്ബർ വെട്ടിയെടുത്ത് കൊടുക്കുന്ന ആളുകൾ പഠിച്ച് ഇപ്പോൾ റബ്ബർ ലാഭകരമായിട്ടാണ് ഈ റബ്ബർ കൃഷിക്കാർ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക്
പിന്നെ നമ്മുടെ മേഖലകളെല്ലാം റബ്ബറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് ഇപ്പം മീനച്ചി താലൂക്കല്ലേ യഥാർത്ഥത്തിൽ റബ്ബർ എന്ന് പറയുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പത്തനംതിട്ടയിലെ 4 നിയോജക മണ്ഡലങ്ങൾ. പുതിയ അപ്പർ കുട്ടനാടിന്റെ ഒരു ബോർഡർ അടിച്ച് എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ കൃഷി ചെയ്യുന്ന റബ്ബർ കൃഷി ഉപയുക്തമായ ഭൂമിയിൽ 80% റബ്ബറാണ്. ബാക്കി എല്ലാ ക്രോപ്പും ചേർന്ന് 20%. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ 90% റബ്ബറാണ്. 90 അല്ല, 95% റബ്ബറാണ്. അപ്പൊ റബ്ബറിന്റെ ഏറ്റവും വലിയൊരു മേഖലയിലാണ് പ്രതിനിധീകരിക്കുന്നത്. അത് റബ്ബർ ഇങ്ങനെ കോട്ടയം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ റബ്ബറോടെ ഇരിക്കുന്നതുകൊണ്ട് ആ കോട്ടയത്തിന് ഒരു പ്രാമുഖ്യമുണ്ട്. യഥാർത്ഥത്തിൽ റബ്ബർ കൃഷിക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാൻ അതില് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ വാല്യൂ അഡീഷന്റെ കാര്യത്തിൽ ഈ പറയുന്ന താഴെ തറയുള്ള കർഷകരുടെ കൂട്ടായ്മകൾക്കോ അല്ലെങ്കിൽ പ്രാദേശികമായ സംഘങ്ങൾക്കോ അവർക്ക് ടെക്നിക്കൽ നോഹോ അത് പ്രൊവൈഡ് ചെയ്യുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയും ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ കഴിയും. അതല്ലാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വാങ്ങുന്നവന്റെ മേഴ്സിയിലാണ്, വാങ്ങുന്നവനാണ് അത് ചെയ്യിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നവർ ഒരിക്കലും അത് ചെയ്യിക്കാൻ ഒരു കാർഷികമായിട്ടും ഒരു ഉൽപ്പന്നത്തിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വൻകിട വ്യവസായികളുടെ ദാക്ഷിണ്യത്തിൽ ആണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവൂ. റബ്ബറിന്റെ സുവർണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിരുന്ന മേഖലകളിലാണ് നമ്മുടെ മീനച്ചി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിരുന്ന 2 താലൂക്കുകളാണ് മീനച്ചി താലൂക്ക്, കാഞ്ഞിരപ്പള്ളി താലൂക്ക്. ഇപ്പോൾ അതേക്കുറിച്ച് വല്ല ചിന്തിക്കാൻ കഴിയുമോ? അതൊക്കെ പോയി. അതുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം നമുക്ക് കുറിക്കാൻ കഴിയണം. അത് മാത്യുലേപ്പള്ളി രംഗത്ത് ഇങ്ങനെ കമ്മിറ്റഡ് ആയി നിൽക്കുന്ന, റബ്ബറിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള നിരന്തരമായ ചർച്ചകൾ സമൂഹത്തിലെ എല്ലാ തലത്തിലുംപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തി അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരൻ PC സുരേഷ് അദ്ദേഹം റബ്ബർ ചെയർമാനാകുന്നപ്പോഴാണ് നല്ല കാര്യം ചെയ്തത്. നമ്മുടെ RPS ഉണ്ടാക്കി അത് നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്, വളരെ നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്. 1-2-3 പ്രോസസിംഗ് ഫാക്ടറികൾക്കൊക്കെ തുടക്കം കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ കസേരയിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഏറ്റവും വലിയ നമുക്ക് തിരിച്ചറിവ് വന്ന 10 വർഷത്തെ നമ്മളോട് വ്യവസായികളുടെ ഭരണമാണ്, കൃഷിക്കാരന്റെ ഭരണമാണ്. അത് റബ്ബറെന്നല്ല, ഒരു കൃഷിക്കാരനും ഒരാനുകൂല്യവും ഈ ഭരണത്തിൽ ലഭിക്കാറില്ല. അത് വൻകിടക്കാരുടെ വൻകിട കോർപ്പറേറ്റുകളും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ആനുകൂല്യങ്ങളല്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിതം അത് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മുടെ ഈ കർഷക സംഘങ്ങളെയാണ് ഇനി അവരെ കൂട്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് ആവശ്യം. അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. ചില സംഘങ്ങളൊക്കെ ഇപ്പോഴും സാമ്പത്തികമായിട്ടൊക്കെ മൊത്തത്തിൽ പോകുന്നുണ്ടല്ലേ, കുറച്ച് RPSകളൊക്കെ നന്നായിട്ട് പോകുന്നില്ല. അപ്പൊ കുറച്ചൊക്കെ സംഘങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് മറ്റ് ഈ വാല്യൂ അഡീഷന്റെ മേഖലയിലേക്ക് പോകാനുള്ള അവർക്കായുള്ള ടെക്നിക്കൽ ലോകം റബ്ബറോടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവിടെ റിസർച്ച് വലിയ ഓപ്ഷനുകളായിട്ടുണ്ട്. വലിയ റിസർച്ച് റിസർച്ചാണ്, എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളത് ഒരു പ്രയോജനമില്ല. ഒരൗട്ട്കം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്കം നമുക്ക് ഈ ഇത്രയും വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും ഈ കൃഷിക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. ഞാൻ അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ ആകെ നടക്കുന്ന കഷ്ടിച്ച്
ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം കൊടുക്കാന്നുള്ളതാണ്. ഇവിടെ വേക്കന്റ് വരുന്ന ഒരു പോസ്റ്റ് ഫില്ല് ചെയ്യാറില്ല, റിട്ടയർ ചെയ്യുന്ന വേക്കൻസികൾ ഫില്ല് ചെയ്യാറില്ല. അപ്പൊ നമ്മുടെ ഈ കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ ബോർഡറിലാണ് റബ്ബർ ബോർഡിന്റെ നഴ്സറി കാര്യങ്ങളെല്ലാം അല്ലെ. അതെ, അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ തുരിശടിച്ചിട്ടും വളമിട്ടിട്ടും വളം വെച്ചിട്ടും കാലങ്ങളായി, അതിനുള്ള പൈസ റബ്ബർ ബോർഡിന്റെ ഇല്ല. അവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, കോട്ടയത്ത് നിന്നാണ് പോകുന്നത്, അവർക്ക് തീയ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരാരും കൊണ്ട് പോകാറില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുന്ന മറുപടി. അതുകൊണ്ട് ഒരു കാലത്ത് കർഷക താല്പര്യത്തിന് വേണ്ടി നിന്ന കർഷകരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത യഥാർത്ഥത്തിൽ റബ്ബർ എന്ന് പറയുന്ന ഉൽപ്പന്നം എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുക. റബ്ബറിന് ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വില കിട്ടി. 10 വർഷം തുടർച്ചയായി വില ലഭിച്ചു, 240 രൂപയ്ക്ക് വരെ കിട്ടി. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ സാധാരണ കൃഷിക്കാർക്കൊക്കെ അവർക്കൊരു വീടൊന്ന് ഒതുക്കി പണിതത്, കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് നടത്തിയത്, മക്കളുടെ വിവാഹം നന്നായിട്ട് നടത്തിയത്, അവർക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയത്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ. പിന്നീട് അങ്ങോട്ട് കൃഷിക്കാർക്കുള്ള പീഡന കാലഘട്ടമാണ് പിന്നീടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ദിവസം പോലും ആശ്വസിക്കാനുള്ള ഒരു വക ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. അത് മാറ്റിയെടുക്കാൻ കർഷകർ ശക്തമായി ഒരു കൂട്ടായ്മയായി നിന്ന് ഈ ഇഷ്യൂ, ഈ വ്യവസ്ഥിതികൾ മാറ്റിയേ മതിയാവും എന്ന നിലയിലുള്ള ശക്തമായ തരത്തിലുള്ള ഒരു മുന്നേറ്റവുമായി മുന്നോട്ട് പോവുകയും പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യണം. ഇവിടെ ഇപ്പൊ ഈ വൻകിട കമ്പനികളുടെ, വൻകിട ടയർ ഫാക്ടറികളുടെ ഒക്കെ ദാക്ഷിണ്യത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പം ഓരോ കമ്പനികളും പല, ഒരു പ്രൈവറ്റ് വ്യക്തികൾക്കാണെങ്കിൽ പോലും നല്ല ഒരു പ്രൊഡക്റ്റിന്, വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റിനുള്ള ഒരു നോഹോ കണ്ടെത്തി ഒരു പ്രൊഡക്റ്റ് തുടങ്ങാനും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒക്കെ കഴിയും. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് ആർക്കും ഒരു ആത്മവിശ്വാസം, ആരും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. കാരണം ഉടങ്ങുന്ന പണം പോകുമോ, അതിനുവേണ്ടി പണയം വെക്കുന്ന വസ്തുക്കളെ ബാങ്കുകളിൽ കൊണ്ടുപോകുമോ, ഇങ്ങനെയുള്ള ഭയമല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല, ഒരു ഓണ്ടർപ്രണർ ഫ്രണ്ട്ലി അല്ല. ഇവിടെ കാലം ഉറപ്പിച്ച് നിന്ന് ഇവിടെ ഒരു സംരംഭകനാകാമെന്നുള്ള ആത്മവിശ്വാസം വളർത്തുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. പ്രത്യേകിച്ചും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്ന ആളുകളുടെ 4% ആളുകൾ അതിൽ നിന്നൊരു പരാജയം ഏറ്റുവാങ്ങി പുറകോട്ട് പോയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതോടെ, കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെന്റാണ് നിർബന്ധമായിട്ടും ഈ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് പറഞ്ഞു. 1.5 വർഷം ഈ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞിരുന്നു. ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, ബാങ്കിന്റെ വായ്പ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന എത്രയോ 10,000-കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ റീപേയ്മെന്റ് നടന്നില്ല, അവരുടെ സ്ഥാപനം അടച്ചിരുന്നു, അവരുടെ ക്ലയൻസിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞൊരു തുറക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇത്രയും കാലത്തെ ബാങ്ക് വായ്പ, അതിന്റെ പലിശ, അതിന്റെ കൂട്ടുപലിശ, അവരുടെ ഈ മെഷീനറികൾ പോലും അവർക്ക് മെയിൻ്റനൻസ് വേണ്ടി വരും. അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇതൊന്നും കൊടുക്കാനോ സഹായിക്കാനോ ബാങ്കുകൾ തയ്യാറായില്ല. ആരൊക്കെ പ്രോപ്പർട്ടികൾ ഈട് വെച്ച് വായ്പ എടുത്തിട്ടുണ്ടോ ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യുന്നതിന്റെ ജപ്തി ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാർച്ച് മാസത്തിലൊക്കെ എനിക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രയാസം, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് MP ഓഫീസ് എന്ന് പറയുന്ന ഒരു ദിവസവും 50-100 പേരെങ്കിലും ഈ ജപ്തിക്ക് അവർ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന വളരെ നല്ല ആളുകൾ, അവര് എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങി, അല്ലെങ്കിൽ ഏതൊരു കാര്യം തുടങ്ങി പദ്ധതി എഴുതി വെച്ച് ബാങ്കുകൾ ചതിച്ചിട്ട് പോയി, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി അവരുടെ ഉള്ളത് മുഴുവൻ ബാങ്കുകൾ കൊണ്ടുപോകുന്ന ജപ്തി ഭീഷണിയിൽ വരുന്ന എത്രയോ ആളുകളെയാണ് കാണേണ്ടി വരുന്നത്. എല്ലാ ദിവസവും ബാങ്കുകളുമായി ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സംരംഭകരാകാനുള്ള ആത്മവിശ്വാസക്കുറവ് നമ്മുടെ സമൂഹത്തിൽ വളരെ കാര്യമായിട്ടുണ്ട്. പക്ഷേ നമുക്കിതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയേ മതിയാവും. എന്തായാലും ഒരു ചർച്ചയുടെ തുടക്കം ഇവിടെ KT മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ 50 രൂപയോളം 200 രൂപ എടുക്കുന്നു പോസ്റ്റ് കൊടുത്തതാണ്. എനിക്കൊന്ന് മാത്യുവിന് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്ററാണ്.
കാരണം പിന്നീട് 240 രൂപ വരെ വന്നു, അല്ലാതെ വരാതെ പോയില്ല. അതുകൊണ്ട് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തെ പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ എല്ലാവരും നവമേഖലയുള്ളതാണ്. മുരളിയൊക്കെ ദീർഘകാലം, ഞാനൊക്കെ ആദ്യം നിലവിലിരുന്ന കാലത്ത് മുരളിയൊക്കെ നമ്മുടെ റബ്ബർ ബിസിനസ് ആയിട്ടുണ്ട്. അപ്പൊ ധാരാളം എല്ലാവരും റബ്ബറിന്റെ മേഖലയിലുള്ള ആളുകളാണ്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.